ജയിലിൻ്റെ ഒരു പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ രാവിലെ ഒരു ദിവസത്തെ പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ സെല്ലുന്നായിരിക്കും. കൃത്യം രാവിലെ 6 മണിക്ക് തന്നെ ഒരു പ്രോസസ്സോട് കൂടിയിട്ടാണ് ഒരു ജയിലിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിന് പറയുന്നത് അൺലോക്കിംഗ് പ്രോസസ്സ്. എല്ലാ സെല്ലുകളും രാവിലെ കൃത്യം 6 മണിക്ക് തന്നെ തുറക്കണമെന്ന് നിയമമുണ്ട്. ആ 6 മണിക്ക് തുറക്കുന്ന അതേ സമയത്ത് തന്നെ അവർക്ക് വേണ്ട ചായ കൊടുക്കും. 6 മണിക്ക് തന്നെ കൃത്യം ചായ കൊടുക്കും. നമ്മൾ വീട്ടിലെല്ലാം കുടിക്കുന്ന പോലെ വെള്ളമൊന്നും കലർത്താൻ പറ്റൂല. കൃത്യമായിട്ടുള്ള പാല് എത്ര ആയിരിക്കണം, വെള്ളം കലർത്താൻ പാടില്ല, എത്ര പഞ്ചസാര ഉണ്ടാവണം, ഇതെല്ലാം ഒരു റൂളുണ്ട്. അതുപോലെ ആയിരിക്കും കൊടുക്കുക. പിന്നെ ഒരു 6:30 ആകുമ്പോൾ ഇവരെ പുറത്തിറക്കി കുളിക്കാനും രാവിലത്തെ പ്രഭാത കൃത്യങ്ങൾ ചെയ്യാനായിട്ടും പുറത്തിറക്കും. അതിനെ പറയുന്നത് ദിനചര്യ എന്ന് പറയും. രാവിലത്തെ ദിനചര്യക്കായിട്ട് കൃത്യം ഒരു 6:00 പുറത്തിറക്കും. പിന്നെ ഒരു 8 മണിയാകുമ്പോഴേക്കും രാവിലത്തെ പ്രഭാത ഭക്ഷണം കൊടുക്കും. ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോഴേക്കും ഉച്ചക്കലത്തെ ഭക്ഷണം കൊടുക്കും. വൈകുന്നേരം 2:30 വൈകുന്നേരത്തെ ചായ കൊടുക്കും. ഒരു 3 മണിയാകുമ്പം വൈകുന്നേരത്തെ രാത്രിത്തെ ഭക്ഷണം കൊടുക്കും. കൃത്യം 6 മണിക്ക് തന്നെ ലോക്കപ്പ് ചെയ്യും. ഇതാണ് ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു തടവുകാരൻ്റെ അല്ലെങ്കിൽ ഒരു ജയിലിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ ചെറിയ ബോക്സ് പോലത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ഏകദേശം എൻ്റെ ഈ ഹൈറ്റ് ഉണ്ടാവും. ഒരു 45 സെൻറ്റിമീറ്ററോളം ഉയരത്തിലായിരിക്കും. എല്ലാ സെല്ലുകളിലും ഇപ്പോൾ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. രാത്രി ലോക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും രാവിലെ അൺലോക്ക് നടക്കുന്നത് വരെ സെല്ല് തുറക്കാൻ പാടില്ല എന്നാണ് നിയമം. അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ തുറക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു തടവുകാരൻ്റെ ജീവനെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ മാത്രമേ നമ്മൾ ഈ സെല്ല് തുറക്കാറുള്ളൂ. എന്നിട്ട് അപ്പോൾ തന്നെ ലോക്കപ്പ് ചെയ്യുന്നത്. അതൊരു ജയിലിൻ്റെ ഏകദേശം പ്രോസസ്സ് അല്ല, ഇതൊരു മിനിയേച്ചർ മാതിരിയാണ്. അത്യാവശ്യം വലുപ്പമുണ്ട്. പിന്നെ എല്ലാ സെല്ലുകളിലും ഇപ്പോൾ ഫാനുണ്ടാവും. നമ്മൾ വീട്ടിലെല്ലാം ഉറങ്ങുന്നത് ലൈറ്റ് ഓഫ് ചെയ്തിട്ടായിരിക്കും. ജയിലിലുള്ള ഏത് ലൈറ്റുകളും ഓഫാക്കണം. പകൽ എങ്ങനെ വെളിച്ചമുണ്ടാവുമോ അതുപോലെ തന്നെ ആയിരിക്കും ജയിലിൽ രാത്രിയും ജയിലിനകത്ത് വെളിച്ചമുണ്ടാവും. നമ്മുടെ ഡ്യൂട്ടിക്കാർക്ക് 3 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് 3 മണിക്കൂർ റെസ്റ്റ് എടുക്കുമ്പോഴും നമ്മളിതുപോലുള്ള വെളിച്ചത്തിലായിരിക്കും റെസ്റ്റ് എടുക്കും. പിന്നെ ഇതുപോലുള്ള ഒന്നിൽ കൂടുതൽ സെല്ലുകൾ ചേർന്നിട്ടാണ് ബ്ലോക്കുകൾ ഉണ്ടാവുക. ഒന്നിൽ കൂടുതൽ ബ്ലോക്കുകൾ ചേർന്നിട്ടാണ് ഒരു ജയിലുണ്ടാവുക. അപ്പം ഇപ്പോൾ ഒരു കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മോഡൽ മിനിയേച്ചർ മോഡൽ അപ്പുറത്തുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും 10ഓളം ബ്ലോക്കുകൾ ചേർന്നിട്ടാണ് ഒരു ജയിൽ ഉണ്ടായിരിക്കുന്നത്. ഓരോ ജയിലുകളും അതിൻ്റെ സ്ഥലത്തിനനുസരിച്ചിട്ട് ബ്ലോക്കിൻ്റെ അളവും സെല്ലിൻ്റെ അളവിലും മാറ്റമുണ്ട്. പിന്നെ നമ്മുടെ ഒരു ജയിലിന് ഓരോ കപ്പാസിറ്റി ഉണ്ട്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സബ് ജയിലിൽ 18 പേർക്ക് കപ്പാസിറ്റി ഉള്ളൂ. പക്ഷേ എൻ്റെ ജയിലിൽ ഇപ്പോൾ നിലവിൽ ഇന്നത്തെ രാവിലെ കൺവോക്ക് 65 പേരാണ്. ഈ 18 പേർക്ക് കിടക്കാനുള്ള സ്ഥലത്ത് 65 പേരാണ് കിടക്കുന്നത്.